+1 അക്കൗണ്ടൻസി പബ്ലിക് എക്സാമിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി മിഷൻ 100 അതുപോലെ നമുക്കും നേടാം +1 ഡബിൾ പാസ് എന്ന പ്രോഗ്രാമിന്റെ മൂന്നാമത്തെ ക്ലാസ്സിൽ ഇന്ന് മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ എന്ന ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിംഗ് അതുപോലെ തിയറി ബേസിസ് ഓഫ് അക്കൗണ്ടിംഗ് എന്നീ കാര്യങ്ങളൊക്കെ മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതും എക്സാമിന് പ്രതീക്ഷിക്കപ്പെടുന്നതും ഫോക്കസ് ഏരിയയിലുള്ളതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഇന്ന് നമുക്ക് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ എന്ന ഭാഗത്ത് നിന്നും കഴിഞ്ഞ വർഷങ്ങളിലും അതുപോലെ ഫോക്കസ് ഏരിയയിലും അടുത്ത എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ചർച്ച ചെയ്യാം. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ചാപ്റ്റർ 3 റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ. നമുക്കറിയാം ബിസിനസ് ട്രാൻസാക്ഷൻ ആർ യൂഷ്വലി റെക്കോർഡഡ് ഓൺ ദ ബേസിസ് ഓഫ് ഡോക്യുമെന്റ്സ് സച്ച് ആസ് മെമ്മോ, ഇൻവോയ്സ്, പേയ്മെന്റ് സ്ലിപ്പ്, സാലറി സ്ലിപ്പ് എക്സെട്ര. ബിസിനസിന്റെ ഇടപാടുകൾ രേഖപ്പെടുത്തി വെക്കുന്നത് മെമ്മോ, ഇൻവോയ്സ്, പേയ്മെന്റ് സ്ലിപ്പ്, സാലറി സ്ലിപ്പ് എന്നിവയുടെ ഒക്കെ ബേസിലാണ് അല്ലെ. ബിസിനസിന്റെ ഇടപാടുകൾ രേഖപ്പെടുത്തി വെക്കുക നമ്മൾ ഏതെങ്കിലും ഒരു മെമ്മോയുടെയോ ഇൻവോയ്സിന്റെയോ പേ സ്ലിപ്പിന്റെയോ സാലറി സ്ലിപ്പിന്റെയോ ഒക്കെ അടിസ്ഥാനത്തിലാണ്. സച്ച് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ്, അത്തരത്തിൽ ഈ ഇടപാടുകൾ രേഖപ്പെടുത്തി വെക്കാൻ ഉപയോഗിക്കുന്ന ഡോക്യുമെന്റ്സിനെ ഈസ് കോൾഡ് നമ്മൾ പറയപ്പെടും സോഴ്സ് ഡോക്യുമെന്റ് ഓർ വൗച്ചർ. സോഴ്സ് ഡോക്യുമെന്റ് എന്നോ വൗച്ചർ എന്നോ ഒക്കെ നമ്മൾ പറയപ്പെടും. അപ്പൊ ഇടപാടുകൾ രേഖപ്പെടുത്തി വെക്കാൻ നമ്മൾ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റുകളായിട്ട് ഉപയോഗിക്കുന്ന മെമ്മോ, ഇൻവോയ്സ്, പേയ്മെന്റ് സ്ലിപ്പ്, സാലറി സ്ലിപ്പ് ഇതിനൊക്കെ നമ്മൾ പറയുന്ന പേരാണെന്ത്? സോഴ്സ് ഡോക്യുമെന്റ് ഓർ വൗച്ചർ. എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഡാഷ് ഈസ് ദ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് വിച്ച് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ്. ഇടപാടുകൾ രേഖപ്പെടുത്തി വെക്കാൻ ഉപയോഗിക്കുന്ന സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സിന് നമ്മൾ പറയുന്ന പേരാണെന്ത്? സോഴ്സ് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൂടെ കടന്നു പോവുകയാണ്. Then accounting equation. എന്താണ് accounting equation? അസറ്റ് ഈസ് ഈക്വൽ ടു ഇക്വിറ്റി ആണ്. അസറ്റ് എപ്പോഴും ഇക്വിറ്റീസിന് തുല്യമായി. എന്താ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ അതിനോടുകൂടെ ലയബിലിറ്റീസും കൂടെ കൂട്ടിയതിനെയാണ് നമ്മൾ ഇക്വിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി അല്ലെങ്കിൽ ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. ഇനി അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു അസറ്റ് മൈനസ് ലയബിലിറ്റി ആണ്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് അസറ്റിൽ നിന്നും ലയബിലിറ്റി കുറച്ചതാണ്. ഒരു ഉദാഹരണം, ഒരാള് ബിസിനസ് തുടങ്ങുന്നു, 50,000 രൂപ ക്യാഷ് കൊണ്ടുവരുന്നു, 50,000 രൂപ ഒരു വ്യക്തിയിൽ നിന്നോ ബാങ്കിൽ നിന്നോ കടമെടുക്കുന്നു. ബാങ്കിൽ നിന്ന് കടമെടുത്തു എന്ന് കരുതാം. ഇവിടെ ബിസിനസ്സിലേക്ക് മൊത്തം വരുന്നത് അയാളുടെ 50,000 ബാങ്കിൽ നിന്നെടുത്ത ലയബിലിറ്റി അഥവാ ബാങ്ക് ലോണ് 50,000. ബിസിനസ്സിൽ അസറ്റ് ആയിട്ട് അഥവാ ക്യാഷ് ആയിട്ട് 1,00,000 രൂപ ഉണ്ടാവും. അത് ഈക്വൽ ടു തുല്യമാണ് അയാൾ കൊണ്ടുവന്ന ക്യാപിറ്റൽ 50,000-നും പ്ലസ് അതിനോടുകൂടെ ബാങ്കിൽ നിന്നെടുത്ത ലയബിലിറ്റി 50,000. 50,000 1,00,000. ഇവിടെ അസറ്റും 1,00,000. ഇനി നമുക്ക് ഞാൻ പറഞ്ഞിട്ടുള്ള ക്യാപിറ്റൽ സമം, അവിടെ ക്യാപിറ്റൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? അസറ്റ് ആയിട്ടുള്ള ക്യാഷിൽ നിന്നും ലയബിലിറ്റി ആയിട്ടുള്ള 50,000 കുറച്ചു കഴിഞ്ഞാൽ 1,00,000-ൽ നിന്നും 50,000 കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ക്യാപിറ്റൽ കിട്ടി. ഇനി അതുപോലെ ലയബിലിറ്റി കാണാൻ വേണ്ടിയിട്ടോ ലയബിലിറ്റി ഈസ് ഈക്വൽ ടു അസറ്റ് മൈനസ് ക്യാപിറ്റൽ ആണ്. ലയബിലിറ്റി എന്തിനു തുല്യമാണ്? അസറ്റിൽ നിന്നും ക്യാപിറ്റൽ കുറച്ചു കഴിഞ്ഞാൽ ലയബിലിറ്റി കിട്ടും. ഉദാഹരണം, 1,00,000 ആയിട്ടുള്ള അസറ്റിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു? ക്യാപിറ്റൽ ആയിട്ടുള്ള 50,000 കുറച്ചു കഴിഞ്ഞാൽ ലയബിലിറ്റി കിട്ടും. ഇനി അതുപോലെ തന്നെ അസറ്റ് മൈനസ് ക്യാപിറ്റൽ മൈനസ് ലയബിലിറ്റി ഈസ് ഈക്വൽ ടു 0. അസറ്റിൽ നിന്നും ക്യാപിറ്റൽ ആയിട്ടുള്ള 50,000 കുറച്ചു, അപ്പൊ ബാക്കി എത്ര ഉണ്ടാവും? 50,000. ആ 50,000-ൽ നിന്നും ലയബിലിറ്റി ആയിട്ടുള്ള 50,000 കൂടെ കുറച്ചു കഴിഞ്ഞാൽ 0. അതാണ് അസറ്റ് മൈനസ് ക്യാപിറ്റൽ മൈനസ് ലയബിലിറ്റി ഈസ് ഈക്വൽ ടു 0. ഇനി ഇതിനെ നമുക്കൊരു ഷോർട്ട് ഫോമിൽ കാണിക്കാം. എ ഈസ് ഈക്വൽ ടു സി പ്ലസ് എൽ. അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി എന്നാണ്. ഇത് എന്തിനാ പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ പലതവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. എ ഈസ് ഈക്വൽ ടു സി പ്ലസ് ഡാഷ്. അപ്പോ സി പ്ലസ് എൽ ആണ്, ലയബിലിറ്റി ആണ്. ദെൻ അതേപോലെ തന്നെ ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു അഥവാ സി ഈസ് ഈക്വൽ ടു ഡാഷ് മൈനസ് എൽ. എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്.
അപ്പൊ അസറ്റ് മൈനസ് ലാബിലിറ്റി ആയിട്ടുള്ള എ മൈനസ് എൽ ആണ്. അതുപോലെ ലാബിലിറ്റി ഈസ് ഈക്വൽ ടു എ മൈനസ് ഡാഷ്. ലാബിലിറ്റി ഈസ് ഈക്വൽ ടു എ മൈനസ് സി അഥവാ അസറ്റ് മൈനസ് ക്യാപിറ്റൽ. ഇനി അതുപോലെ തന്നെ എ മൈനസ് അസറ്റ് മൈനസ് ക്യാപിറ്റൽ സി മൈനസ് എൽ അഥവാ ലാബിലിറ്റി ഈസ് ഈക്വൽ ടു 0. അവിടെയും എ മൈനസ് സി മൈനസ് ഡാഷ് ഈസ് ഈക്വൽ ടു 0 എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ എ മൈനസ് സി മൈനസ് എൽ ഈസ് ഈക്വൽ ടു ഡാഷ് എന്നൊക്കെ ചോദിക്കാം. അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് പഠിക്കുക. അതോടൊപ്പം തന്നെ ഇനി നമുക്ക് എന്താണ് ഒരു അക്കൗണ്ട്സ്. നമ്മൾ എക്സ്പെൻസുകള്, അതുപോലെ ക്യാപിറ്റലുകള്, അസറ്റുകള്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, രേഖപ്പെടുത്തി വെക്കും. ഇതിനു വേണ്ടിയിട്ട് എ സെപ്പറേറ്റ് സ്റ്റേറ്റ്മെന്റ് ആർ പ്രിപ്പയർഡ് ഈസ് കോൾഡ് അക്കൗണ്ട്. അപ്പോ ഇൻ ഓർഡർ ടു റെക്കോർഡ് എക്സ്പെൻസ്, റവന്യൂ, ഇൻകം, എക്സ്പെൻസസ്, എ സെപ്പറേറ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് പ്രിപ്പയർഡ് ഈസ് കോൾഡ് അക്കൗണ്ട്. ഇനി റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. ഡെബിറ്റിന്റെയും ക്രെഡിറ്റിന്റെയും റൂൾ എന്താണ് എന്ന് ചോദിച്ചാൽ, അപ്പൊ നമുക്ക് ഒരു അക്കൗണ്ട്സിൽ നമ്മൾ രേഖപ്പെടുത്തി വെക്കുമ്പോൾ പിന്നെ അക്കൗണ്ട്സ് ദർ ഈസ് എ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആൻഡ് റൈറ്റ് ഹാൻഡ് സൈഡ്. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഉണ്ടാവും. വെൻ ദ ട്രാൻസാക്ഷൻ റെക്കോർഡഡ് ഇൻ ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈസ് കോൾഡ് ഡെബിറ്റ്. ഒരു അക്കൗണ്ടിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇടത് ഭാഗത്ത് നമ്മൾ എന്ത് പറയും, ഡെബിറ്റ്. ഇതിപ്പോ ഒരു അക്കൗണ്ട്സ് ആണെങ്കിൽ അതിന്റെ ഇടത് ഭാഗത്ത് നമ്മൾ ഡെബിറ്റ് എന്ന് പറയും. when the transactions are recorded on the right hand side is called credit. അപ്പോൾ when transactions are recorded on the left hand side is called debit and right hand side is called credit. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ പറയാം, ഈ ഭാഗത്തെ ഡെബിറ്റ് എന്നും ഇവിടെ ക്രെഡിറ്റ് എന്നും പറയാം. ഇനി റൂളുകളുണ്ട്, അല്ലെങ്കിൽ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റിന്റെ റൂൾസ് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ പ്രധാനമായിട്ടും മോഡേൺ അക്കൗണ്ടിങ്ങില് പ്രധാനമായിട്ടും 5 ഭാഗങ്ങളായിട്ട് മൊത്തത്തിലുള്ള ഇടപാടുകളെ ലാബിലിറ്റി, ക്യാപിറ്റൽ, എക്സ്പെൻസ്, ഇൻകം എന്നിങ്ങനെ 5 ആയിട്ട് തിരിച്ചു. ഈ 5 കാര്യങ്ങൾ എപ്പോഴൊക്കെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം, എപ്പോഴൊക്കെ ക്രെഡിറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റിന്റെ റൂൾ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കാം. നമുക്ക് ആദ്യം അസറ്റിനെയും എക്സ്പെൻസിനെയും എടുക്കുക. വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് അസറ്റിനെയും അതുപോലെ തന്നെ എക്സ്പെൻസും. അസറ്റുകളും എക്സ്പെൻസുകളും ഇൻക്രീസ് ചെയ്യുമ്പോൾ അഥവാ കൂടുമ്പോൾ, അസറ്റുകളും എക്സ്പെൻസുകളും കൂടുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഉദാഹരണം, ഒരു ബിസിനസ്സിലേക്ക് ഒരു ബിൽഡിംഗ് വാങ്ങി, അസറ്റ് വന്നു, അസറ്റ് കൂടി, അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അതുപോലെ എക്സ്പെൻസുകൾ, സാലറി, റെന്റ്, റേറ്റ്, ടാക്സ്, ഇൻഷുറൻസ്, അങ്ങനെയുള്ള എല്ലാ എക്സ്പെൻസുകളും കൂടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അപ്പൊ ഡെബിറ്റ് കൂടുമ്പോഴാണ് ചെയ്യുന്നത് എങ്കിൽ കുറയുമ്പോ എന്തായിരിക്കും നമ്മൾ ചെയ്യാം, അസറ്റുകളും എക്സ്പെൻസുകളും കൂടുമ്പോൾ ഡെബിറ്റും അസറ്റും എക്സ്പെൻസുകളും കുറയുമ്പോൾ ക്രെഡിറ്റും ചെയ്യണം. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് പഠിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ള 3 എന്ന് പറയുന്നത് ക്യാപിറ്റൽ, റവന്യൂ, ലാബിലിറ്റി. ക്യാപിറ്റലും റവന്യൂവും അല്ലെങ്കിൽ ഇൻകവും ലാബിലിറ്റിയും കുറയുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. ക്യാപിറ്റൽ കുറയുമ്പോ, ലാബിലിറ്റി കുറയുമ്പോ, ഇൻകം കുറയുമ്പോ, അതാണ് ലാബിലിറ്റി ഡിക്രീസ്. ലാബിലിറ്റി കുറയുമ്പോ ഡെബിറ്റ് ചെയ്യണം, ക്യാപിറ്റൽ കുറയുമ്പോ ഡെബിറ്റ് ചെയ്യണം, ഇൻകം കുറയുമ്പോ ഡെബിറ്റ് ചെയ്യണം. അപ്പോ അതുപോലെ തന്നെ ലാബിലിറ്റി കൂടുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം, ക്യാപിറ്റൽ കൂടുമ്പോ ക്രെഡിറ്റ് ചെയ്യണം, ഇൻകം കൂടുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ ഇത്രേ പഠിക്കേണ്ടുള്ളൂ. അസറ്റുകളും എക്സ്പെൻസുകളും കൂടുമ്പോൾ ഡെബിറ്റ്, അസറ്റും എക്സ്പെൻസുകളും കുറയുമ്പോൾ ക്രെഡിറ്റ്. ബാക്കി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതുപോലെ ലയബിലിറ്റി, ക്യാപിറ്റൽ, ഇൻകം കുറയുമ്പോൾ ഡെബിറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, ഇൻകം കൂടുമ്പോൾ ക്രെഡിറ്റും ചെയ്യാം. അപ്പോ അസറ്റ്, എക്സ്പെൻസസ് ഓർ ലോസ് കൂടുമ്പോ ഡെബിറ്റ്, അസറ്റ്, എക്സ്പെൻസസ് ഓർ ലോസ് കുറയുമ്പോൾ ക്രെഡിറ്റ്. ദെൻ ലയബിലിറ്റി, ക്യാപിറ്റൽ, അതുപോലെ തന്നെ ഇൻകം എന്നിവ കൂടുമ്പോൾ ക്രെഡിറ്റ്. കൂടുമ്പോൾ ക്രെഡിറ്റ്, കുറയുമ്പോൾ ഡെബിറ്റ്. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പഠിച്ചു, റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. ക്രെഡിറ്റിന്റെയും ഡെബിറ്റിന്റെയും റൂള് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് ജേണൽ എന്താണ് എന്നാണ്.
അപ്പോൾ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡ് ക്രോണോളജിക്കലി ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്. ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഇടപാടുകൾ ഡേറ്റ് അടിസ്ഥാനത്തിൽ നമ്മൾ കാണിക്കുന്നതിനെയാണ് നമ്മൾ ജേണൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കംപ്ലീറ്റ് ഹിസ്റ്ററി ഓഫ് ട്രാൻസാക്ഷൻ, ഇടപാടുകളുടെ മൊത്തത്തിലുള്ള വിവരണമാണ് ജേണൽ എന്ന് പറയുന്നത്. അപ്പൊ എക്സാമിന് ചോദിക്കും ഡാഷ് ഈസ് ദ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ഇൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, അല്ലെങ്കിൽ കംപ്ലീറ്റ് ഹിസ്റ്ററി ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ. ഡാഷ് ഈസ് ദ കംപ്ലീറ്റ് ഹിസ്റ്ററി ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ജേണലാണ്. ഇനി അതുപോലെ തന്നെ ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ഇൻ എ ക്രോണോളജിക്കൽ ഓർഡർ. ക്രോണോളജിക്കൽ അഥവാ ഡേറ്റ് അടിസ്ഥാനത്തിൽ ഇടപാടുകൾ രേഖപ്പെടുത്തി വെക്കുന്ന പ്രോസസ്സിനെ, ആ പ്രോസസ്സാണ് ഇമ്പോർട്ടന്റ്, പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ജേണലൈസിംഗ്. അതുപോലെ തന്നെ എക്സാമിന് ചോദിക്കുന്നതാണ് എന്താണ് ലെഡ്ജർ. ലെഡ്ജർ മീൻസ് which derived from words of ledger. Ledger means to lie. Ledger എന്ന് പലതവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. The ledger derived from the words of dash. Ledger, which means to lie. ഓരോ ഐറ്റം അത് സമാനമായതിനെയൊക്കെ ഒന്നിൽ രേഖപ്പെടുത്തുക. അപ്പൊ സെയിൽസുമായി ബന്ധപ്പെട്ടതിനൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ ഉൾപ്പെടുത്തുക. എക്സ്പെൻസുകൾ, അതിപ്പോ സാലറി ആണെങ്കിൽ സാലറിയെ മാത്രം, ക്യാപിറ്റലിന് വേണ്ടി മാത്രം, അങ്ങനെ ഓരോന്നിനെയും നമ്മൾ ഒന്നിൽ കാണിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ലെഡ്ജർ എന്ന് പറയുന്നത്. അപ്പോ എന്താണ് ഇവിടെ എക്സാമിന് ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, വാട്ട് ഈസ് പോസ്റ്റിംഗ്? ട്രാൻസ്ഫറിംഗ് എൻട്രി ഫ്രം ജേണൽ ടു ലെഡ്ജർ ആണ്. ഒന്നുകൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിംഗ് എൻട്രി ഫ്രം ജേണൽ ടു ലെഡ്ജർ ആണ്. ജേണലിൽ നിന്നും ലെഡ്ജറിലേക്ക് നമ്മൾ ഇടപാടുകൾ മാറ്റി രേഖപ്പെടുത്തി വെക്കുന്ന ആ പ്രക്രിയക്ക് നമ്മൾ പറയപ്പെടുന്ന പേരാണ് പോസ്റ്റിംഗ് എന്ന് പറയപ്പെടുന്നത്. അപ്പൊ പോസ്റ്റിംഗും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ജേണൽ ആൻഡ് ലെഡ്ജറിനെ കുറിച്ച് പഠിക്കാം. ജേണലും ലെഡ്ജറും തമ്മിലുള്ള വ്യത്യാസം. പലതരത്തിൽ ഈ ചോദ്യം ചോദിക്കാറുണ്ട്. ബുക്സ് ഓഫ് പ്രൈം എൻട്രിയും സെക്കൻഡറി എൻട്രിയും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ ജേണലും ലെഡ്ജറും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ ബുക്സ് ഓഫ് പ്രൈം എൻട്രി ആൻഡ് ലെഡ്ജർ, ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്ന് പലതവണ എക്സാമിന് ചോദിച്ചതാണ്. ഈ വർഷത്തെ ഫോക്കസ് ഏരിയയിലെ പ്രധാനപ്പെട്ട ഭാഗം കൂടെയാണ്. അതുകൊണ്ട് നമുക്ക് ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങളൊന്ന് നോക്കാം. ജേണൽ ഈസ് ദ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി. ജേണൽ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി എന്നറിയപ്പെടുന്നു. എന്നാൽ ലെഡ്ജർ ഈസ് ദ ബുക്സ് ഓഫ് ഫൈനൽ എൻട്രി. ലെഡ്ജറിനെ ഫൈനൽ എൻട്രി എന്നാണ് അറിയപ്പെടാറുള്ളത്. കാരണം ട്രാൻസാക്ഷന് ഫൈനലായിട്ടാണ് ലെഡ്ജറിൽ കാണിക്കപ്പെടുന്നത്. ഇനി അതുപോലെ തന്നെ രണ്ടാമത്തെ ഡിഫറൻസ്, ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഫസ്റ്റ് ഇൻ ദ ജേണൽ. എല്ലാ ഇടപാടുകളും ആദ്യം ജേണലിലാണ് കാണിക്കപ്പെടുന്നത്. എന്നാൽ ട്രാൻസാക്ഷൻ റെക്കോർഡഡ് ഫൈനലി ഇൻ ദ ലെഡ്ജർ. ലെഡ്ജറുകളിലെ ഏറ്റവും അവസാനമാണ് ഇടപാടുകളെ രേഖപ്പെടുത്തുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റ്, ട്രാൻസാക്ഷൻ റെക്കോർഡഡ് ക്രോണോളജിക്കൽ ഓർഡറാണ്. ജേണലിൽ ഇടപാടുകളെ രേഖപ്പെടുത്തി വെക്കുന്നത് ഡേറ്റ് അടിസ്ഥാനത്തിൽ 1-ാം തീയതി, 2-ാം തീയതി, 3-ാം തീയതി എന്നിങ്ങനെയാണ്. എന്നാൽ ലെഡ്ജറിൽ ട്രാൻസാക്ഷൻ റെക്കോർഡഡ് ഇൻ എ അനലറ്റിക്കൽ മാനറാണ്. ലെഡ്ജറിൽ ഇടപാടുകൾ രേഖപ്പെടുത്തി വെക്കുന്നത് ഓരോന്നും നമ്മൾ വിശകലനം ചെയ്ത് ഓരോ ഐറ്റത്തിനും അതുമായി സമാനമായിട്ടുള്ളതൊക്കെ ഒരു അക്കൗണ്ട് എന്നുള്ള രീതിയിലാണ് ലെഡ്ജറിൽ രേഖപ്പെടുത്തുന്നത്. ഇനി നാലാമത്തെ പോയിന്റ്, ബാലൻസ് ഈസ് നോട്ട് ഡൺ ഇൻ ജേണൽ. ജേണലിൽ ബാലൻസ് ചെയ്യാറില്ല. എന്നാൽ ലെഡ്ജറിൽ നോക്കുക, ഓൾ ലെഡ്ജർ അക്കൗണ്ട്സ് ആർ ബാലൻസ്ഡ്. എല്ലാ ലെഡ്ജർ അക്കൗണ്ടുകളും എന്ത് ചെയ്യാറുണ്ട്? ബാലൻസ് ചെയ്യാറുണ്ട്. ഇനി അഞ്ചാമത്തെ പോയിന്റ്, സോഴ്സ് ഡോക്യുമെൻ്റ് ആർ ബേസ്. ജേണലിൽ രേഖപ്പെടുത്തുന്നതിൻ്റെ ബേസ് സോഴ്സ് ഡോക്യുമെൻ്റ് ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞു ബില്ല്, വൗച്ചർ, ഇൻവോയ്സ് ഒക്കെയാണ്. എന്നാൽ ജേണൽ എൻട്രീസ് ആർ ബേസ് ആണ് ലെഡ്ജറിൽ. ലെഡ്ജറിൽ ജേണൽ എൻട്രിയെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇടപാടുകൾ രേഖപ്പെടുത്തുന്നത്. ഇനി അടുത്തതായി ജേണൽ എൻട്രീസുകളാണ് പഠിക്കാനുള്ളത്. ജേണൽ എൻട്രീസ് വളരെ കൃത്യമായിട്ട് നമ്മളൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പം വളരെ സിമ്പിളായിട്ട് ഈ എക്സാമിന് ചോദിക്കുന്ന എല്ലാ ജേണൽ എൻട്രീസും, ഗുഡ്സ് നഷ്ടപ്പെട്ടു പോകുന്നത്, ഫ്രീ സാമ്പിൾ കൊടുക്കുന്നത്, അങ്ങനെ പർച്ചേസ് ക്രെഡിറ്റ് ആയിട്ട് വരുന്നത്, സ്റ്റേഷനറി അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഗുഡ്സ് ഒക്കെ പ്രൊപ്പറേറ്റർ വിഡ്രോ ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള എല്ലാ ജേണൽ എൻട്രികളും നമ്മളൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക്
ഒന്ന് സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ പറയാം, എല്ലാ എക്സ്പെൻസുകളും നമ്മൾ കൂടുകയാണെങ്കിൽ അതിനെ ഡെബിറ്റ് ചെയ്യും. ഇപ്പൊ ഉദാഹരണം, സാലറി കൊടുത്തു, റെന്റ് കൊടുത്തു, റേറ്റ് കൊടുത്തു, ടാക്സ് കൊടുത്തു, ഇൻഷുറൻസ് കൊടുത്തു, ഇവയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ സാലറി അക്കൗണ്ട് ടു ക്യാഷ്, റെന്റ് അക്കൗണ്ട് ടു ക്യാഷ്, കമ്മീഷൻ അക്കൗണ്ട് ടു ക്യാഷ്. ഇനി നമുക്ക് കമ്മീഷന്, റെന്റ്, റേറ്റ്, ടാക്സ് എന്നിവ ലഭിച്ചു, നമുക്ക് ഇൻകം ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷ് അക്കൗണ്ട് ടു റെന്റ്, അതുപോലെ കമ്മീഷൻ അക്കൗണ്ട് ടു റെന്റ് എന്നിങ്ങനെ കാണിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ തുടർന്നുള്ള വീഡിയോസ് ഒക്കെ കേൾക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ബെൽ ഐക്കൺ കൂടി എനേബിൾ